വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? നാളെ തൊട്ട് നിങ്ങളുടെ ബോർഡ് എക്സാംസ് തുടങ്ങുകയാണ്. 12th സ്റ്റാൻഡേർഡിൻ്റെ ബോർഡ് എക്സാംസ് നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും പേടിച്ച് എന്താ ചെയ്യേണ്ടത്, നാളെ സയൻസിൻ്റെ എക്സാം ആണ് അല്ലെങ്കിൽ ബയോളജിയുടെ എക്സാം ആണ് എന്നൊക്കെ ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കെങ്കിലും കൂടുതൽ കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് എക്സാം പോയിന്റ് നോക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? മാസ്റ്റർ റിവിഷൻ ആണ്. അതായത് ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആ പോർഷൻസ് പഠിച്ചാൽ നമ്മളിപ്പോൾ കുറേ 2-3 ക്ലാസ് ഇപ്പം തന്നെ ബയോളജിയുടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും ഏതാണ് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ്? ബയോടെക്നോളജി, എക്കോസിസ്റ്റം, പിന്നെന്താണ് എവല്യൂഷൻ. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, പക്ഷെ അതുപോലെ തന്നെ എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ടോപ്പിക്സും കൂടിയാണ്. അപ്പം നിങ്ങൾ നല്ലപോലെ ഏത് ടോപ്പിക്സ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു മണിക്കൂർ 2 മണിക്കൂറത്തെ കാര്യമുള്ളൂ. നാളെ നല്ലപോലെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നോക്കിയാലോ, ഫസ്റ്റ് ചാപ്റ്ററിലെ ബയോടെക്നോളജിയുടെ ആ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നോക്കിയേ, genetic engineering is a gene manipulation technique that helps to create new organism with desired genetic makeup. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ആദ്യത്തെ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? അപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ടോപ്പിക്കിന് തുടങ്ങുന്നതാണ്. അപ്പോൾ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാനിപ്പുലേഷൻ ടെക്നിക് ദാറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ന്യൂ ഓർഗാനിസം വിത്ത് ഡിസൈർഡ് ജനറ്റിക് മേക്കപ്പ്. നാളെ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് പോർഷനിൽ നിന്നാണ്. നമ്മുടെ ആ ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മതി. പക്ഷേ ഇത് എന്താണ്, നമുക്കൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പം നോക്കിയേ, ഗീവ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ നോക്കിയേ, നെയിം ദ എൻസൈം യൂസ് ടു കട്ട് DNA സ്ട്രാൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിതൊരു 2 മാർക്കിന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നോക്കിയാൽ എൻ്റെ ആൻസർ എന്താണ്? ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ കൺസ്ട്രക്റ്റഡ് ഫസ്റ്റ് റീകോമ്പിനന്റ് DNA by linking a gene encoding antibiotic resistance with a native plasmid of Salmonella typhimurium in 1972. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം. കാരണം എന്താണ്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ കീ വെച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. അപ്പം എന്തൊക്കെ പോയിന്റ്സ് വേണം എന്നുള്ളത് അതിൽ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്? എന്താണ് ജനറേറ്റ് ചെയ്തത്? എന്താ ചെയ്തത്? ജീൻ എൻകോഡിങ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള 2 ജീൻസിനെ ലിങ്ക് ചെയ്ത് എവിടെ നിന്നാണ് അത് കണ്ടുപിടിച്ചത്? സാൽമനെല്ല ടൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാസ്മിഡിൽ നിന്നാണ് അവരത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും എഴുതണം. അപ്പോൾ ഇതാണ് ഇതിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അവർ കട്ട് ചെയ്തത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അറിയാലോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് അങ്ങനെ എത്ര രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, അടുത്ത നോക്കിയേ, following are the various steps of recombinant DNA technology. Arrange them in correct sequential order. Obtaining the foreign gene product. ഇതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാൻ പറ്റും. അതായത് നോക്കിയേ, എങ്ങനെയാണ് ഒരു റീകോമ്പിനന്റ് DNA നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തന്നെ. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ ആ ചാപ്റ്ററിലെ ഫുൾ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. കാരണം ബാക്കിയുള്ള നമ്മൾ ഈ പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൽ മതി. നമുക്കതിൽ ഫുൾ മാർക്സ് ആണ്. അപ്പോൾ നോക്കിയേ, ഒബ്റ്റൈനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് റീഅറേഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, ഇൻസേർഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ഇൻടു ദ ഹോസ്റ്റ് സെൽ ഓർഗാനിസം, ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ ഏതാണ് ആദ്യം വേണ്ടത്? നോക്കിയേ,
ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം ഐസൊലേഷൻ. ഒരു എന്താണ് ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ. ഇത് അതിൻ്റെ ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ നമ്പർ അല്ല. നമുക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അതിൻ്റെ ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ, കട്ടിംഗ് ഓഫ് DNA at specific locations, amplification of gene of interest using PCR, insertion of recombinant DNA into the host cell, obtaining the foreign gene product, downstream processing. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ആണ്. ഓക്കെ അല്ലേ, ശരി. The cutting of DNA at specific locations become possible with the discovery of enzymes called molecular scissors. Identify this enzyme. ഞാൻ പറഞ്ഞു അല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഏതാണത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, ശരി. അപ്പം നോക്കിയേ, അപ്പോൾ ഏതാണ് കട്ടിംഗ് ഓഫ് DNA, ഏതാണ് റെസ്ട്രിക്ഷൻ. ഇനി അത് കൂട്ടി യോജിപ്പിക്കുന്നതാണെങ്കിലോ ലിഗേസ് ആണ്. എന്താണ്? ലിഗേസ്. അറിയാലോ, ഇതിനെ യോജിപ്പിക്കാനായിട്ട് ലിഗേസ് ആണ് ഉപയോഗിക്കുന്നത്, കട്ട് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, which among the following is the first discovered restriction endonuclease? Important question ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നെയിം ചെയ്യുന്നത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? HIND2. ഏതാണ്? HIND2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 uses of gene cloning. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ആനിമൽസ് സോ ആസ് ടു പ്രൊഡ്യൂസ് ബെറ്റർ ഫാം ആനിമൽസ്. അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസോ അതുപോലെ എന്തെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പുതിയ പ്രോഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജീൻ ക്ലോണിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഉള്ളൊരു ചെടിയുണ്ട് അല്ലെങ്കിൽ ഒരു ആനിമൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പോലെ തന്നെ വീണ്ടും ഒരു യങ് വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ് കിട്ടുന്നതല്ലേ നമുക്ക് നല്ലത് അല്ലേ. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, ഡിസൈർഡ് പ്രോട്ടീൻസ് ലൈക്ക് ഇൻസുലിൻ, ഹോർമോൺസ്, ഇൻ്റർഫെറോൺസ്, വൈറ്റമിൻസ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ ബാക്ടീരിയ ഓൺ എ ഇൻഡസ്ട്രിയൽ ബേസിസ്. അപ്പം നമുക്കറിയാം, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താണ്, പ്ലാസ്മീഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത് അല്ലേ. അവിടെ നിന്ന് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവരെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസോ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ വീണ്ടും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നത് എന്താണ്? ജീൻ ക്ലോണിംഗ് ആണ്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കണം. അപ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത എന്താണ്? റീകോമ്പിനന്റ് വാക്സിൻസ് ഇംപ്രൂവ്ഡ് ആൻറ്റിബയോട്ടിക് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ജീൻ ക്ലോണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണെന്നല്ലേ. അപ്പോൾ അതിനെ ജീൻ ക്ലോൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അടുത്ത നോക്കിയാൽ ഈ പിക്ചർ നല്ല പോലെ ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പിക്ചറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം നോക്കിയാൽ ഐഡൻറ്റിഫൈ ദ പ്രോസസ്സ്. ഈ പിക്ചർ തന്നിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് വൺ, identify the enzymes involved in steps 1, 2 and 3. Third question, write the base sequence recognized by EcoR1. അപ്പോൾ നോക്കിയേ, റീകോമ്പിനന്റ് DNA ടെക്നോളജി ആണ് അവിടെ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റീകോമ്പിനന്റ് DNA ടെക്നോളജി ആണല്ലോ നമ്മുടെ ബയോടെക്നോളജിയിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്നുള്ള ചാപ്റ്റർ തന്നെ പറയുന്നത് അതാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ റീകോമ്പിനന്റ് DNA പറ്റി പറയുന്നുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇതൊക്കെ എന്തിൻ്റെയാണ്? നമ്മുടെ ഈ പറഞ്ഞ റീകോമ്പിനന്റ് DNAയുടെ ക്യാരക്ടേഴ്സിലൊക്കെ പെടുന്നതാണിത്. അപ്പം റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലുള്ളത്. ഓക്കെ, അടുത്തത് നോക്കിയേ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് രണ്ടാമത്തെ ഉള്ളത്. അതിൽ ആ പിക്ചറിൽ രണ്ടാമത്തെ പോർഷനിൽ ഇരിക്കുന്നത് എന്താണ്? റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ്. അടുത്ത എന്താണ്? ലിഗേസ് എൻസൈം.
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ DNA കറക്റ്റ് ഒരു സീക്വൻസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ലിഗേസ് എന്തിനാണ്? ഈ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് വേണ്ട ഡിസൈഡ് പ്ലേസിൽ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യുന്നതിനാണ് ലിഗേസ് യൂസ്. അപ്പം മൂന്നാമത്തേന്ന് പറയുന്നത് ലിഗേസ് എൻസൈം ആണ്. പിന്നെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ബേസ് സീക്വൻസ് റെക്കഗ്നൈസ്ഡ് ബൈ EcoR1. ഏതാണ്? GAATTC-CTT-AAG. അപ്പം നിങ്ങൾക്ക് അറിയാലോ, സീക്വൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ബേസ് ആയിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്ത് ഏത് സീക്വൻസ് ആണെന്ന് നോക്കിയാൽ ഇതൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. PCR is meant for making the multiple copies of gene of interest. വളരെ വളരെ വേണ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഗീവ് ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ PCR. നെയിം ദ തെർമോസ്റ്റേബിൾ DNA polymerase enzyme used in the technique. Why? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീനാച്ചുറേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് എ സെപ്പറേഷൻ ഓഫ് DNA സ്ട്രാൻഡ്സ്. സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ്. PCR-ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? അനീലിംഗ്. അപ്പോൾ അനീലിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദ ഡബിൾ സ്ട്രാൻഡ്സ് ആർ സിന്തസൈസ്ഡ് ഫ്രം ഫ്രീ ന്യൂക്ലിയോടൈഡ്സ് ബൈ ദ ആക്ഷൻ ഓഫ് DNA പോളിമറൈസ്. എന്താണ് ചെയ്യുന്നത്? ഫ്രീ ന്യൂക്ലിയോടൈഡ് ആയി മാറ്റുന്നത് ആരാണ്? സെക്കൻഡ് സ്റ്റെപ്പായ അനീലിംഗിലൂടെയാണ്. തേർഡ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. ഈ കിട്ടിയ നമ്മൾ ഡിറ്റാച്ച് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയോടൈഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ? എക്സ്റ്റെൻഡ് ചെയ്താലേ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം ദ ലെങ്ത് ഓഫ് ദ സ്ട്രാൻഡ്സ് ആർ ഇൻക്രീസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് addition of more and more nucleotide. Thus, DNA amplified up to 1 billion copies. അപ്പോൾ അങ്ങനെ നീട്ടിൽ അത്രയും എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? 1 billion കോപ്പീസ് വരെ കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോക്കിയേ, ടാഗ് പോളിമറൈസ്. ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത് എന്താണ്? PCR സിലിണ്ടർ ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ യൂസ് ചെയ്തതാണ് ടാഗ് പോളിമറൈസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്. അപ്പോൾ ഏതാണ്? ടാഗ് പോളിമറൈസ് ആണ്. ഓക്കെ, അപ്പം ഇതൊരു തെർമോസ്റ്റേബിൾ എൻസൈം ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്സ് ഏതാണ്? PCR-ൻ്റെ ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ആണ്. അപ്പം ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന തെർമോസ്റ്റേബിൾ ആയിട്ടുള്ളത് ടാഗ് പോളിമറൈസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിവതും നോക്കി ഇതൊന്ന് നിങ്ങൾ ഇപ്പോൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. അപ്പം നിങ്ങൾ നമ്മളെ ഓർക്കും. അപ്പം എന്താണ്? നല്ലപോലെ എക്സാം എഴുതാൻ പറ്റിയാൽ അതും നല്ലതല്ലേ? അപ്പം ഇത്രയും ദിവസം നമ്മൾ വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നല്ലപോലെ പഠിക്കുക. മിസ്സുമാർ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നല്ലപോലെ ട്രെയിൻ ചെയ്തെടുക്കുക. ഒന്ന് മനസ്സിലാക്കി പഠിക്കുക, എഴുതുക പോയിട്ട്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ശരി. In rDNA technology, recombinant DNA is directly injected to the plant cell. Name the technique used. Can you explain 2 other methods for gene transfer? ഇതിപ്പം ഇങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെന്നില്ല, ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? മൈക്രോ ഇഞ്ചക്ഷൻ. മൈക്രോ ഇഞ്ചക്ഷൻ ആണ് എന്താണ് ഇതിൽ റീകോംബിനന്റ് ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്താണ്? ദ ബാക്ടീരിയം ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ such as calcium, which makes the bacterial cell competent to take up DNA. The pores in bacterial cell wall is widened. The recombinant DNA is forced into the cell by incubating cells with recombinant DNA on ice. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? ബേസിക്കലി ഞാൻ ഇത് ഫുൾ വായിക്കുന്നതിനേക്കാളും പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പോൾ എന്താണ് അവർ ആദ്യമായിട്ട് എന്താ ചെയ്യുന്നത്? അതിലേക്ക് എന്താ? കാൽഷ്യം കോമ്പിറ്റൻ്റ് ആക്കുക, DNA കോമ്പിറ്റൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് കോമ്പിറ്റൻ്റ് ആക്കുന്നത്? ഈസ് ഫോഴ്സ് ഇൻ എ സെൽ ബൈ ഇൻക്യുബേറ്റിംഗ് സെൽ. ഇൻക്യുബേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, നല്ലൊരു വാം ക്ലൈമറ്റ് അല്ലെങ്കിൽ വാം ആയിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ അതിനെ വെച്ചതിന് ശേഷം എന്താണ്? നല്ലപോലെ ഒരു ഐസ് ചെയ്യും. എന്താണ്? നല്ലപോലെ ഒരു ഐസ് അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് എന്താണ്? വീണ്ടും ഹീറ്റ് ഷോക്ക് കൊടുക്കുക. വാം, പിന്നെന്താ? ഒരു കോൾഡ്, പിന്നെ ഒരു ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ്. ദെൻ ഇറ്റ് ഈസ് അഗെയിൻ പുട്ട് ബാക്ക് ഇൻ ടു ദ ഐസ്. അപ്പം ഇതെന്തായി മാറും? അടുത്തതൊരു റീകോംബിനന്റ് DNA ആയിട്ട്
മാറും. ഇനി അടുത്ത എന്താ മെത്തേഡ്, ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ്, അതായത് ഗോൾഡ് അതുപോലുള്ള എന്താണ് കോട്ട് ചെയ്ത DNA എന്ത് ചെയ്യും, ബോംബാർഡ് ചെയ്യും. നമ്മൾ പണ്ട് ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ സ്ട്രിങ്സ് അല്ലെങ്കിൽ റേസ് ഒക്കെ ബോംബാർഡ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് എന്താണ് റീകോമിനന്റ് DNA എന്ത് ചെയ്യുന്നത്, ഒരു ഗൺ പോലെയുള്ള ചെറിയൊരു ഇതിൽ നമ്മൾ ഇങ്ങനെ റേസിനെ പാസ് ചെയ്ത് വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, DNA റീകോമിനന്റ് DNA ആക്കി മാറ്റുന്നത്. അപ്പോൾ അതിനെ പറയുന്ന മെത്തേഡ് എന്താണ്, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ് അധികം, പക്ഷെ വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരിപ്പം ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, ഫോളോയിങ് ഈസ് എ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ 2 strands ഓഫ് DNA. ഒബ്സർവ് ദ strands ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താണ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നെയിം ദ സ്പെഷ്യൽ ടേം യൂസ് ഫോർ സച്ച് ആസ് അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. ഇത് യൂഷ്വലി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. ഇപ്പം ഇതിപ്പം സബ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 3 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതിനെന്താണ് പറയുന്നത്, പാലിയൻഡ്രോം അല്ലേ. നമുക്കറിയാം മലയാളം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും ഒരേപോലെ ആയിരിക്കും. അതേ ഒരു നമ്മുടെ മെത്തേഡാണ് നമ്മുടെ എന്താണ് സ്ട്രാൻഡ്സും യൂസ് ചെയ്യുന്നത് അല്ലേ. നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻസൈം വിച്ച് വർക്ക് ഓഫ് ഫങ്ഷൻ അറ്റ് ദ സ്പെസിഫിക് പോയിന്റ്സ്. നെയിം ദ എൻസൈം ദാറ്റ് കട്ട് DNA ബിറ്റ്വീൻ GA സീക്വൻസ്. ഇതിൽ തമ്മിലുള്ള കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വീണ്ടും വീണ്ടും, ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോവുക, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നെയിം ദ സിംഗിൾ സ്ട്രാൻഡ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ആക്ഷൻ ഓഫ് ദി എൻസൈം. പാലിയൻഡ്രോമ എന്ന് പറഞ്ഞു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് കട്ട് ചെയ്യുന്നത്, ഈക്കോ R1 ആണ്, പിന്നെന്താണ് സ്റ്റിക്കി സ്ട്രാൻഡ്സ് ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ സിംഗിൾ സ്ട്രാൻഡ്സ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ആക്ഷൻ ഓഫ് ദി എൻസൈം. സിംഗിൾ സ്ട്രാൻഡിനെ നമ്മൾ എന്ത് പറയും, സ്റ്റിക്കി സ്ട്രാൻഡ്സ് എന്ന് പറയും. ഓക്കെ ഫൈൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഏതാണ് ടെക്നിക്ക് എന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ദ എയിം ഓഫ് ദ ടെക്നിക്. ജെൽ ഇലക്ട്രോഫോറോസിസ്, പിന്നെന്താണ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. നമ്മുടെ മെത്തേഡ് ഏതാണ്, ജെൽ ഇലക്ട്രോഫോറോസിസ് ആണ്. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്, DNA സെപ്പറേറ്റ് ചെയ്യണം. അറിയാലോ അല്ലേ, കാറ്റയോണും ആനയോണും സെപ്പറേറ്റ് ചെയ്ത് എന്താണ് നമ്മൾ ആ ആഗ്രോസ് ജെല്ല് വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ. നോക്കിയേ, ഈ വെല്ലിലേക്കാണ് എന്താണ് വന്ന് വീഴുന്നത്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏതാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഫോഴ്സിങ് ദം ടു മൂവ് ടുവേർഡ്സ് ദ ആനോഡ് അണ്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ അക്രോസ് ജെൽ. അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള ഇതിനെ ആനോഡ് പോർഷനിലേക്ക് മൂവ് ചെയ്താണ് ഇവരെന്താ സെപ്പറേഷൻ നടത്തുന്നത്. ഏതിലൂടെ, അക്രോസ് ജെല്ലിലൂടെ. ആ ഒരു സ്റ്റെപ്പാണ് ജെൽ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ ടെക്നിക്കിനെ പറയുന്നതാണ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന്. ഓക്കെ ശരി. Given below is a diagram of a cloning vector. Identify the vector. What do AMP, R and TET R stand for? അപ്പോൾ നോക്കിയേ എന്താണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഭയങ്കര നല്ല പോലെ ഒരുപാട് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ പോർഷൻ ഇനി നമ്മൾ ഇത്രയും നേരം എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പഠിച്ചു, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പഠിച്ചു. ഇനി അടുത്തായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആണ്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇതൊരു വെക്ടർ ആണ് അല്ലേ. അപ്പം വെക്ടേഴ്സിൻ്റെ ആണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ PBR 322 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ, ഇതാണ് ഈ വെക്ടർ എന്ന് പറയുന്നത് PBR 322 ആണ്. അടുത്ത എന്താണ്, ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുമാണ്. നമുക്കറിയാം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിലേക്ക് ഇതിനുള്ള റെസിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം എവിടേക്കാണ് കൊടുക്കുന്നത്, ഒരു വെക്ടറിലേക്ക് കൊടുത്തതിന് ശേഷം ആ വെക്ടറിനെ നമ്മൾ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിലെ വെക്ടേഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അതിനെ വെക്ടറായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഇവിടെയാണ് പ്ലാസ്മിഡ്സ് ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഐഡൻറ്റിഫൈ ദ പാലിയൻഡ്രോം സീക്വൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് പാലിയൻഡ്രോം ആയിട്ടുള്ളത്, ഫസ്റ്റ് വൺ അല്ലേ. എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങനെയായിരിക്കണം, സെയിം ആയിരിക്കണം. അതിനെയാണല്ലോ പാലിയൻഡ്രോം, മലയാളം അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിൾ ആണത്. അപ്പം ഇതിൽ ഏതാണ് അതിൽ സെയിം ആയിട്ടുള്ളത്,
GAATTC അല്ലേ? ഓക്കെ. There are many features required to facilitate successful cloning into a vector. Write shortly any two features required by a vector. ശരിക്കും 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇതിലാകെ ചോദിച്ചിരിക്കുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും സെലക്ടബിൾ മാർക്കേഴ്സും ആണ്. ഇനി തേർഡ് ഏതാണ്? ക്ലോണിംഗ് സൈഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്താണ്? ദിസ് ഇസ് എ സീക്വൻസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ആൻഡ് എനി പീസ് ഓഫ് DNA when linked to this sequence can be made to replicate within the host cell. അപ്പം എന്താണ്? സീക്വൻസിനെ ആഡ് ചെയ്തതിന് ശേഷം റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ടെങ്കിലേ അതിനെ ഒരു ഗുഡ് വെക്ടറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്താണുള്ളത്? സെലക്ടബിൾ മാർക്കേഴ്സ്. Genes encoding resistance to antibiotics are considered as useful. Resistance provide ചെയ്യുന്നതിനെ നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ലൊരു വെക്ടറാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. Which helps in identifying and eliminating non-transformants and selectively permitting the growth of the transformers. Okay, fine. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഏതായിരുന്നു? ക്ലോണിംഗ് സൈഡ്സ് ആണ്. അപ്പോൾ ക്ലോണിംഗ് സൈഡ്സ് എന്താ? റെപ്ലിക്കേഷൻ കൂടുതലായിട്ട് നടക്കാൻ സാധിക്കുന്നതിനാണ് ക്ലോണിംഗ് സൈഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സൈഡ്സ് ഉള്ളതിനെയാണ് ഗുഡ് വെക്ടേഴ്സ്. അപ്പോൾ ഇതുപോലെ 3 പോയിന്റ്സ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 2 എണ്ണം എഴുതുന്നു. ഓക്കെ, മാർക്കിനനുസരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്നതായിരിക്കും. അടുത്ത നോക്കിയേ, a multinational company successfully cloned a gene of interest and also optimized the condition to induce the expression of target protein. Name the apparatus for large-scale production of such proteins. Briefly explain the apparatus. ഇപ്പോൾ ഏതാണ്? ബയോറിയാക്ടർ. നമ്മുടെ ആ മെഷീൻ എന്ന് പറയുന്നത് റിയാക്ടർ ആണ്. കാഷ്വലി ചോദിക്കുന്നതാണ്, ലൈക്ക് PCR-ൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാം ഏത് എക്വിപ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ബയോറിയാക്ടർ ആണ്. അപ്പോൾ ഇതൊക്കെ 2 മാർക്ക് അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ യൂസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ലാർജ് കൾച്ചറൽ വെസൽ. അതൊരു വെസലാണ്. യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലാർജ് ക്വാളിറ്റീസ് ഓഫ് റീകോമിനൻറ്റ് പ്രോട്ടീൻസ് എൻസൈംസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻ. അത് വേണ്ടതായ അതിൽ അല്ലെങ്കിൽ PCR നടത്തി അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം ആയിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, pH, സോൾട്സ്, വൈറ്റമിൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വെസലാണ് ഈ ബയോറിയാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ അജിറ്റേറ്റർ സിസ്റ്റം. അതായത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാനും നല്ലപോലെ അതിനെ ഒരു മിക്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അജിറ്റേറ്റർ സിസ്റ്റമാണ് ഇത് ബയോറിയാക്ടേഴ്സിന് ഉള്ളത്. ആ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ ഉണ്ട്, സാമ്പിളിംഗ് പോഡ്സ് ഉണ്ട്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നോക്കി, ഏതാണ്? ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് ആണ് അടുത്ത ചാപ്റ്റർ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത ചാപ്റ്റർ നോക്കിയേ. അടുത്ത ചാപ്റ്റർ എന്താണ്? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ട്രാൻസ്ജനിക് കോട്ടൺ പ്ലാന്റ്സ് വിച്ച് ഇസ് റെസിസ്റ്റന്റ് ടു ബോൾവർം ഗോട്ട് ദ ജീൻ ഫ്രം. എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ബാസിലസ് തുറിഞ്ചിയൻസിസ്. അറിയാലോ, BT കോട്ടൺ അല്ലേ? എന്താണ് BT കോട്ടൺ? നമുക്കറിയാം, ഒരു ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജനിക് കോട്ടൺ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്ത നമ്മൾ നേരത്തെ പറഞ്ഞ റീകോമ്പിനൻറ്റ് DNA ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? പെസ്റ്റിനെ നമ്മൾ തുരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെസ്റ്റിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? BT ടോക്സിൻ അല്ലെങ്കിൽ BT കോട്ടൺസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പോർഷൻ നല്ലപോലെ പഠിക്കുക. ഏതാണ് നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് തന്നെ ഈ BT ടോക്സിൻ്റെയും BT കോട്ടൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞിട്ടാണ്. ഒരുപാട് വേറെ ഉണ്ട്, Cry1AC, Cry2AB, ഇതൊക്കെ എന്താണ്? ഇതുപോലുള്ള റീകോമ്പിനൻ്റ് ആയിട്ടുള്ള DNAs ആണ്. ഓക്കെ, ശരി. ഈ ചാപ്റ്ററിലും PCR-നെ പറ്റി പറയുന്നുണ്ട്. PCR-നേക്കാളും കൂടുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. എന്തിനാണ് PCR നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? എലൈസ അല്ലേ? നമ്മൾ എലൈസയെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ് ആൻഡ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസൂബന്റ് അസേ are some of the techniques that serve the purpose of early diagnosis of diseases like AIDS. Write the scientific basis of the statement.
Write the name of pathogen causing AIDS. അപ്പോൾ എന്തൊക്കെ എഴുതണം? നമ്മൾ PCR എന്താണെന്ന് എഴുതണം, എലൈസ എന്താണെന്ന് എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയ്ഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കിയേ, ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ DNA of virus or bacteria present in the patient, it helps to identify the pathogen even in the concentration of pathogen is very low. വളരെ കുറവാണെങ്കിൽ കൂടി PCR ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എൻലാർജ് ചെയ്ത് അറിയാമല്ലേ. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ, അനീലിംഗ്, ഡീനാച്ചുറേഷൻ, എക്സ്പാൻഷൻ അല്ലേ. അപ്പോൾ എക്സ്പാൻഷൻ ആകുമ്പോൾ അറിയാം നമുക്ക് വളരെ വലുതായിട്ട് കാണുന്നതുകൊണ്ട് ചെറിയ ഭാഗം ഉണ്ടെങ്കിൽ കൂടെ നമുക്കത് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നോക്കിയേ, സിംഗിൾ സ്ട്രാൻഡഡ് DNA or RNA is tagged with a radioactive molecule and is allowed to hybridize to its complementary DNA in clone of cells, followed by detection using autoradiography. അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ടാണ്? autoradiography യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. Thus a mutated gene can be detected as will not hybridize with the probe. പിന്നെന്താണ് നമ്മൾ എഴുതേണ്ടത്? എലൈസ എന്താണെന്ന് എഴുതണം. Enzyme linked immunosorbent assay is based on the principle of antigen antibody reaction. Infection by pathogen can be detected by the presence of antigen or by detecting antibody synthesized against the pathogen. നമുക്കറിയാമല്ലേ നമ്മൾ ആൻറ്റിബോഡി റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം, ടെട്രാസൈക്ലിനാണെങ്കിൽ അല്ലെങ്കിൽ ആംഫിസിലിനാണെങ്കിൽ നമുക്ക് എന്താണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിയേ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് പാത്തജൻ കോസിങ് എയ്ഡ്സ്. എന്താണ്? HIV ആണ് അല്ലേ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PCR വരാൻ ചാൻസ് കുറവാണ്, കാരണം PCR മറ്റുള്ള ചാപ്റ്റേഴ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ളത് എലൈസയാണ്. പിന്നെ എന്താ വരുന്നത്? എലൈസയുടെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലൈസയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ എൻസൈം എങ്ങനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ് ഈ പോർഷനിൽ നിന്ന് വരാൻ? ഇൻസുലിൻ്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ABC അതിൻ്റെ എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതും കൂടെ നോക്കി വെക്കുക. ഈ പോർഷനിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് മിസ് അത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, animals that have their DNA manipulated and express foreign genes are called transgenic animals. അപ്പോൾ നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കില്ല ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ റൈറ്റ് any 4 characters of transgenic animals. നോക്കിയേ, transgenic animals can be specifically designed to allow the study of mechanism and gene expression. അപ്പം റെഗുലേഷൻ അവരെ എങ്ങനെയാണ് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു സ്റ്റഡി ദ ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് certain gene products and also the biological role of these products in the body. നമുക്കറിയാം ട്രാൻസ്ജെനിക് ആനിമൽസിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കതിനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ജീൻ പ്രോഡക്ട്സ് ആയിട്ട് നമുക്കെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ട്രാൻസ്ജെനിക് ആനിമൽസ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. തേർഡ് എന്താണ്? ട്രാൻസ്ജെനിക് ആനിമൽസ് സെർവ് ആസ് മോഡൽസ് ഫോർ ഹ്യൂമൻ ഡിസീസ്. സോ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസസ് ഇസ് മെയ്ഡ് പോസിബിൾ. ഇവരിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടെസ്റ്റുകൾ നടത്തുന്നത് ട്രാൻസ്ജെനിക് ആനിമൽസിലൂടെയാണ്. ഓക്കെ, നാലാമത്തെ, transgenic animals are used to produce medicines. It is used to treat diseases like emphysema. The transgenic cow Rosie produced human protein enriched milk. കണ്ടോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ട്രാൻസ്ജെനിക് ആനിമൽ വഴി നമുക്കത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത നോക്കിയേ, they are also used for testing the safety of vaccine like polio. They are also used for testing toxicity of drugs. നമുക്കറിയാം നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ റാറ്റ്സ് അതുപോലെ തന്നെ ഗിനി പിഗ്സ് ഇതിനെയൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ടെസ്റ്റുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. In 1990, first test for human gene therapy was performed in a 4-year-old D. Silva with adenosine deaminase deficiency. Name the method used to cure the disease. Explain the procedure of rDNA technology
used to recover adenosine diamidase deficiency, which is a best cue for this is നമുക്കറിയാം എന്താ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ. അപ്പോൾ അതാണ് എപ്പോഴും ഒരു ബേസ് ആയിട്ട് ഇതുപോലുള്ളൊരു ജനറ്റിക് ആയിട്ടുള്ളൊരു ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെ ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസോ വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആയിരിക്കും വേണ്ടി വരിക അല്ലേ. അഡിനോസിൻ ഡൈഅമിനേസ് എന്ന് പറയുന്ന ആ ഡെഫിഷ്യൻസിയിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് നോക്കിയാൽ ജീൻ തെറാപ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആ ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടത്തിയത് ജീൻ തെറാപ്പി യൂസ് ചെയ്തിട്ടാണ്. Lymphocytes are taken from the patient's blood and it is grown in vitro culture by using retroviral vector functional ADA cDNA from WBC of normal person is introduced into in vitro cultured lymphocyte. ഇത് കംപ്ലീറ്റ്ലി എന്താണ് ഒരു ലാബ് എക്വിപ്ഡ് ആണ് അല്ലേ. ലാബിൽ നടത്തുന്ന പ്രോസസ്സുകളാണ്. ഒരു സാധാരണയുള്ള ഒരു വെക്ടർ വൈറസിലൂടെയാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്, ലിംഫോസൈറ്റ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ദീസ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ്സ് ആർ റീഇൻജെക്റ്റഡ് ഇൻ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അടുത്ത നോക്കിയേ അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ADA പ്രൊഡ്യൂസ്ഡ് ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ടു എ സെൽ അറ്റ് ഏർലി എംബ്രിയോണിക് സ്റ്റേജ് ഇറ്റ് കുഡ് ബി പെർമനൻറ്റ് ക്യൂർ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതുപോലൊരു പ്രോസസ്സ് വഴി നമുക്ക് ആ ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ, ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, you have developed a genetically modified plant. Which government organization will you approach to obtain clearance for its mass production? Is this body necessary? Give 2 reasons. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം എത്തിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇതൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. JEAC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് എ ബോഡി നെസസറി? ഡെഫിനറ്റ്ലി നെസസറി ആണ് അല്ലേ. അപ്പം എന്താണ്, ഒരു കാര്യമില്ലാതെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അതെന്താണ് വളരെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതുപോലൊരു ബോഡി കൺട്രോൾ ചെയ്യാനായിട്ട് വേണം. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ മേക്ക് ഡിസിഷൻസ് regarding the validity of genetically modified research and the safety of introducing genetically modified organisms for public services. It also deals with the patenting problems. Okay, our country is very rich in biodiversity and traditional knowledge, so we have faced many problems related to biopiracy. What is biopiracy? Give 2 examples of biopirated plants. How can we control biopiracy? അപ്പോൾ നോക്കിയേ, unauthorized use of bioresources and traditional knowledge without കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാര്യത്തിനെ അവരവരുടെ പേരിൽ എടുത്തുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ ഒന്നും തരാതെ അവർ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോപൈറസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബസ്മതി റൈസ്, ടേമറിക്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്കത് ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബസ്മതി റൈസ്, ടേമറിക്, ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അവർ പേറ്റൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു സാധനത്തിനെ അവരെടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്രൂവൽ, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ബൈ ഡെവലപ്പിംഗ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ത്രൂ പേറ്റൻറ്റ് ബിൽ. ഓക്കെ, ശരി. A novel strategy to prevent nematode infection is based on RNA interference. Explain RNA interference. Important question ആണ്, വളരെ കുറച്ച് ഹാർഡായിട്ടുള്ള പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം can you suggest how it can be used for producing nematode resistant plants? It involves silencing of a specific mRNA of nematode. Here the complementary dsRNA molecule binds a specific mRNA, prevents translation of mRNA silencing. അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവർ mRNAയിൽ നിന്ന് mRNAനെ എന്ത് ചെയ്യുന്നത്, സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് വേറൊരെണ്ണമായിട്ട് ബോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നെമറ്റോഡുകളെ തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആണ് എന്താ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, after the insertion of nematode-specific genes by agrobacterium vectors into the host plant, it produces both sense and antisense RNA in the host cell. കണ്ടോ, അപ്പം സെൻസും ആൻറ്റിസെൻസും ആയിട്ടുള്ള DNAസിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഹോസ്റ്റ് സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദീസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA
or RNA initiates RNAi and silences specific mRNA of nematode. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് എന്താ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുക. ട്രാൻസ്ലേഷൻ നടന്നാലല്ലേ സെൽസ് ഡെവലപ്പ് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതാണ് RNA ഇൻ്റർഫെറൻസ്. അവർ ഇൻ്റർഫെയർ ചെയ്യണം. അതുകൊണ്ടാണ് RNA ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. What are cryproteins? Name an organism that produces this. How can a man exploit this protein to his benefits? Cryprotein refers to the protein crystals containing a toxin insecticide. It is produced by soil bacterium Bacillus thuringiensis. This gene encoding cryproteins called Bt toxin. ഇത് Bacillus thuringiensis ആയതുകൊണ്ടാണ് Bt toxin എന്ന് നെയിം ചെയ്തത് അല്ലേ. അപ്പം genes are isolated from B. thuringiensis and incorporated into several crops such as Bt cotton, Bt corn, etc. to provide resistance against insect pests. ഇവരെന്താ സംഭവിക്കുക? ഇവരുടെ അബ്ഡോമിനിലേക്ക് ചെല്ലുമ്പോൾ ആൽക്കലൈൻ പ്രസൻസ് കാരണം എന്താ ഈ ബീറ്റി ടോക്സിൻ ക്രിസ്റ്റലായിട്ട് മാറിയിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് അബ്ഡോമിൻ എന്താണ് കീറിപ്പോവും. അപ്പം അങ്ങനെയാണ് അവർക്ക് പെസ്റ്റിന് ഡെത്ത് സംഭവിക്കും. പക്ഷെ അത് കൺസ്യൂം ചെയ്യുന്ന വേറെ ആനിമൽസിന് അതൊരു പ്രശ്നമായിരിക്കില്ല. അവരുടെ ആൽക്കലൈൻ pH വെച്ചായിരിക്കും അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ശരി. Compare and contrast the advantages and disadvantages of production of genetically modified crops. ഇപ്പോൾ അഡ്വാൻറ്റേജസ് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്താണ്? ക്രോപ്സിനെ അബയോട്ടിക് സ്ട്രെസ്സുമായിട്ട് ടോളറൻസ് ആക്കും, വൈറൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, ഓവർ റൈപ്പനിങ് എന്താ ലോസ് ഉണ്ടാവും, എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാം. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ റൈസിൽ തന്നെ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗോൾഡൻ റൈസിൻ്റെ ഇത് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ട്രാൻസ്ജീൻസ് ഇൻ ക്രോപ്പ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ തക്ക ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എളുപ്പമാണ്, പഠിച്ചു വെക്കുക. Transgenes in crop plants can endanger native species. For example, the gene for Bt toxin expressed in pollen might enter natural pollinators like honeybee. അപ്പോൾ എന്താണ് ഈ pH വെച്ചാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പല സെയിം pH ഉള്ള ചിലപ്പോൾ നമുക്ക് വേണ്ട ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ കൂടെ അവരെന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്ത് കളയും. വീഡ്സ് ഓൾസോ ബിക്കം റെസിസ്റ്റൻറ്റ്. അതായത് വീഡ്സ് കൂടുതൽ റെസിസ്റ്റൻ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. പ്രൊഡക്ട്സ് ഓഫ് ട്രാൻസ്ജീൻ മേ ബി അലർജിക് ഓർ ടോക്സിൻ. ദേ ക്യാൻ ഡാമേജ് ടു ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമുക്കറിയാം, നമ്മൾ എന്ത് ഒരു ടോക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അപ്പം എന്താണ് കൂടുതൽ എക്കോസിസ്റ്റം പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ആരും പോകരുത്, നല്ലപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഓക്കെ, ശരി.
അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് പ്രൈമറി സക്സഷൻ ആണ്. അപ്പം നോക്കിയേ, ഇതിലെന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു ലോങ് പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രൈമറി. ഇനി സെക്കൻഡറി സക്സഷൻ ആണെങ്കിലോ അതൊരു ഷോർട്ട് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഗീവ് റീസൺസ്. നെയിം ദ പയോനീർ സക്സഷൻ ഇൻ ഹൈഡ്രാക് സക്സഷൻ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, yes, in primary succession, the development of forest climax on the barren lands may take about 1,000 years, but in secondary succession, it takes 50 to 100 years in the case of a grassland and about 100 to 200 years in a forest. അപ്പം ആദ്യത്തെ ആരായിരിക്കും? ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കും. ഓക്കെ, ആ സെക്ഷൻ ഒന്ന് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഏതാണ് നമ്മുടെ ഈ സക്സഷൻസിൻ്റെ ഒക്കെ ആ പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കണം, കാരണം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏത് പോർഷനാണ്? എക്കോളജിക്കൽ സക്സഷൻസ് എന്നുള്ള ആ പോർഷൻ, അതിലെല്ലാം ഹൈഡ്രാക്ക്, സീറാർക്ക്, ഇതെല്ലാം ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് ആർ ഇവോൾവ് ത്രൂ എ സീരീസ് ഓഫ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. Name 3 plant communities that appears during ecological succession. കണ്ടോ? അപ്പം അടുത്ത നോക്കിയേ, elucidate the dynamic changes that happens in a water body. അല്ലെങ്കിൽ pioneer succession, അതാണ് ഫേസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെയിം ദ 3 പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് എന്നാണ് ചോദിക്കുക. അപ്പം പയനീർ സക്സഷൻ, സിറാൽ സക്സഷൻ, പിന്നെന്താണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയാണ്. ബി എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ്. ഇത് ഒരു ഹൈഫൻ ആണ് കേട്ടോ. ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ്, സബ്മേർജ് പ്ലാന്റ് സ്റ്റേജ്, സബ്മേർജ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ്, റീപ്പ് സ്വാപ്പ് സ്റ്റേജ്, മാഷ് മെഡോ സ്റ്റേജ്, സ്ക്രബ് സ്റ്റേജ് ആൻഡ് ഫോറസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് എന്താണ് ഒരു ഫോറസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു മാർക്കിലോ അല്ലെങ്കിൽ ഈ പോർഷൻസ് ഒക്കെ നമുക്ക് 1 മാർക്കിൻ്റെ ചോദിക്കാവുന്നതാണ്. ഈ പോർഷൻ എന്ന് പറയുന്നത് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. യൂഷ്വലി എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണ്. ഓക്കെ, ശരി. If decomposition do not occur in nature, huge amounts of detritus of plants and animals may fill our ecosystems, and it is seriously harmful to living organisms of our environment. Define decomposition. Give the steps. Decomposers are known as scavengers of earth. Justify. Breaking down of complex organic matter into simple inorganic substance like CO2, H2O and nutrients is called decomposition. നമുക്കറിയാലേ, വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഓർഗാനിസത്തിനെ ഇന്നോർഗാനിക് ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഓർഗാനിക് ആയിട്ടുള്ള ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സിനെ ഇൻഓർഗാനിക് സബ്സ്റ്റൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഡീകമ്പോസിഷൻ. ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? CO2, H2O, ന്യൂട്രിയൻസ്, ഇതൊക്കെയാണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ സ്റ്റെപ്സ് ആർ ഫ്രാഗ്മെൻറ്റേഷൻ. ആദ്യം എന്താ ചെയ്യുന്നത്? ഫ്രാഗ്മെൻറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മളൊരു സാധനം എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിങ്ങനെ മാനുവറൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കും അല്ലേ, ആദ്യം നമ്മൾ ഫുഡ് ഇടും. കുറച്ച് കഴിയുമ്പോൾ അത് മണ്ണുമായിട്ടാണ് നമ്മൾ ഫുഡ് ഇടുന്നത് അല്ലേ. മണ്ണുമായിട്ട് നല്ലപോലെ ചേർന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളതിനെ പൊടിച്ചിടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് detritus into small particles by detritivores like earthworm. അറിയാം, നമ്മൾ മാനുവർ ഉണ്ടാക്കുമ്പോൾ എന്താണ് ആദ്യമായിട്ട് ഇടുന്നത്? നമ്മൾ എർത്ത് വേംസിനെയാണ്. അവരെന്ത് ചെയ്യും? ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റും. പിന്നെ എന്താ? ലീച്ചിങ്. precipitation of water soluble or inorganic nutrients into soil horizon. അതിലുള്ള എല്ലാ വാട്ടർ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? അതിലെ ലീച്ച് ചെയ്ത് വെളിയിലേക്ക് ഇറക്കാം. അതിനെ സോയിലുമായിട്ട് നല്ലപോലെ മിക്സപ്പ് ചെയ്യും. തേർഡ് എന്താണ്? Catabolism. It is a degradation of detritus into simple inorganic substance by the action of microorganisms. Important ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ്? Catabolism. അപ്പോൾ എന്താണ്? It is a degradation of detritus into simple inorganic substance. Fourth എന്താണ്? Humification. It is an accumulation of dark colored amorphous substance called humus. അപ്പം humus serves as a reservoir of
ന്യൂട്രിയൻസ്. ഈ ഹ്യൂമസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഫെർട്ടൈൽ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നത് ഹ്യൂമസ് ആണ്. കാരണം എന്താണ്, നല്ല ഫെർട്ടൈലാണ്, അതായത് അതിൽ എല്ലാ പാർട്ടിക്കിൾസും ഫ്രാഗ്മെൻറ്റഡ് ആയി നമുക്ക് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം പോയി നമുക്ക് അത് എന്താണ്, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ വെളിയിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഫെർട്ടൈൽ ആയിരിക്കും. അടുത്തെന്താ, മിനറലൈസേഷൻ. The degradation of humus and release of nutrients from it by microbes is called മിനറലൈസേഷൻ. അതിൽ ഹ്യൂമസിൽ നിന്ന് റിലീസ് ചെയ്ത് ന്യൂട്രിയൻസിനെയൊക്കെ റിലീസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസസ് സ്പിറ്റ് ദ കോംപ്ലക്സ് detritus into simple inorganic compounds. While doing so, they also bring about nutrient cycling. അതായത് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നു, അടുത്ത ഒരു പ്ലാന്റ് അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, വീണ്ടും അതിനെ നമ്മൾ ഡെത്ത് സംഭവിക്കുന്നു. അതൊരു സൈക്കിൾ ആയിട്ടാണ് ഈ ന്യൂട്രിയൻസിൻ്റെ സൈക്കിൾ നടക്കുന്നത് അല്ലേ. ന്യൂട്രിയൻസ് പാസ് ഓൺ ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതൊരു സൈക്കിളായിട്ട് അല്ലേ. The degradation of detritus into simple organic substance by microorganisms involves catabolic processes. Without microorganisms, the earth would have been filled with ഡെഡ് ഓർഗാനിസം അല്ലേ. അപ്പം നമുക്ക് ഈ മൈക്രോ ഓർഗാനിസം ഇല്ലായിരുന്നെങ്കിൽ എന്താണ്, നമ്മുടെ ഭൂമി തന്നെ എന്താണ് മുഴുവൻ ഡെഡ് ബോഡീസ് കൊണ്ട് നിറഞ്ഞായിരിക്കും, ഭയങ്കര അസഹ്യമായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം എക്കോസിസ്റ്റത്തിൽ ഏറ്റവും ചെറിയ ഇതിന് പോലും വളരെ യൂസ് ഉള്ളതാണ് അല്ലേ. ഓക്കെ. In an ecosystem, there are unidirectional flow of energy and cyclic flow of water. Do you agree with the statement? Give reason. Mention the significance of standing crop and standing state in this contest. ഇത് വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാൻ വിട്ടുപോകുന്ന ഒരു പോർഷനാണ് സ്റ്റാൻഡിങ് ക്രോപ്സും സ്റ്റാൻഡിങ് സ്റ്റേറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൂടെ എങ്കിലും നിങ്ങൾ അതൊന്ന് ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, ഇല്ല എന്നല്ല, നമ്മൾ ഇത്രയും പോർഷൻസ് വരുമ്പോൾ നമ്മളത് മിസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം മറന്നു പോയാൽ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. Energy in an ecosystem flows unidirectional from producers to different consumers through different trophic levels. The constant supply of matter, nutrients like carbon, nitrogen, phosphorus, calcium, are never lost from the ecosystem. This constant supply is maintained by nutrient cycling. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഈ പറഞ്ഞ ഡെട്രിറ്റസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന മിനറലൈസേഷൻ കാരണം വെളിയിൽ വരുന്ന ഓരോ ന്യൂട്രിയൻസും അടുത്ത ഒരു ഓർഗാനിസം അതിനെ കൺസ്യൂം ചെയ്ത് വീണ്ടും അതിൻ്റെ ഡെത്ത് സംഭവിച്ച് അതൊരു സൈക്കിളായിട്ട് ന്യൂട്രിയൻസ് പാസ് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ശരി. The mass of living materials in a trophic level at a particular time is called standing crop. അപ്പോൾ mass of living material in a trophic level at a particular time is called standing crop. The amount of nutrients present in a soil at a given time is called സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. എന്തുമാത്രം ന്യൂട്രിയൻസ് ആ സമയത്ത് അവിടെ ഉണ്ടെന്നുള്ളതാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രോഫിക് ലെവലിൽ പർട്ടിക്കുലർ ടൈം ആ ലെവലിൽ എത്ര സമയത്തോളം അത് ഉണ്ടെന്നുള്ളതാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. റോബർട്ട് കൊസ്റ്റാൻസ ആൻഡ് ഹിസ് കൊളീഗ്സ് put price tags on nature's life support services. Price tag of US 33 trillion a year. What is meant by ecosystem services? Give examples. Which is the most price tag ecosystem service in nature? ഒരു എന്താ പറയുക, ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. നമുക്ക് എന്താണ് ചിലപ്പോൾ ലാസ്റ്റൊക്കെ നമുക്ക് ചോദിക്കാൻ നമ്മളോട് സാധാരണ ഒരു സെൽഫ് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, അതുപോലൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ദ പ്രൊഡക്ട്സ് ഓഫ് എക്കോസിസ്റ്റം പ്രോസസ്സസ് ആർ കോൾഡ് എക്കോസിസ്റ്റം സർവീസസ്. അത് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളൂ. ജനറേറ്റ് ഫെർട്ടൈൽ സോയിൽ, പോളിനേറ്റ് ക്രോപ്സ്, ഇതൊക്കെ ഇത് ജസ്റ്റ് 2 points ആണ്. നമുക്കറിയാം നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് എന്തുമാത്രം പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതൊരു സെൽഫായിട്ട് നമ്മൾ എഴുതുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരാം എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. സോയിൽ ക്രിയേഷൻ ഇസ് ദ മോസ്റ്റ് പ്രൈസ് ടാഗ്ഡ് എക്കോസിസ്റ്റം സർവീസ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു സസെഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഓരോ ലെവലിലേക്ക് നമ്മുടെ ഒരു ഭൂമി അല്ലെങ്കിൽ മണ്ണ് ഉണ്ടായി വരുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സർവീസായിട്ട് പറയാനായിട്ട്. നമുക്ക് നിൽക്കാനൊരു മണ്ണില്ലെങ്കിൽ പിന്നെ ബാക്കി ഒന്നും നമുക്കില്ല അല്ലേ. ചെടികൾ വളരില്ല, വെള്ളത്തിനൊഴുക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം സോയിലാണ് നമ്മുടെ ഏറ്റവും പ്രൈസ് ടാഗ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം സർവീസ്. The number of individuals in grassland ecosystem are given below. അപ്പം
amount of things are given down. Draw a pyramid representing the relationship of the given organism in terms of numbers. Give justification for the shape of pyramids. അപ്പോൾ നമ്മുടെ പിരമിഡ് വരച്ചു കഴിഞ്ഞു. എന്താണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഇത്രയും നമ്പേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. പിന്നീടുള്ളത് എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ്, ഇൻസെക്ട്സ് അതുപോലുള്ള ചെറിയ ഓർഗാനിസംസ് ആയിരിക്കും. പിന്നെയുള്ളത് നമുക്കറിയാം ഇതെന്താണ്, ഓരോ ട്രോഫിക് ലെവൽസ് ആണ് അല്ലേ. അപ്പം ഇതിലെങ്ങനെയായിരിക്കും? ഇത് നമ്മുടെ ടെറസ്ട്രിയൽ ട്രോഫിക് ലെവലാണ്. ഇനി അക്വാറ്റിക് ആണെങ്കിൽ നേരെ ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ. ഏറ്റവും കൂടുതലുണ്ടാവുന്ന എന്തായിരിക്കും? കൂടുതലുണ്ടാവുന്ന വലിയ വലിയ ഓർഗാനിസംസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഇൻവേർട്ടഡ് ആയിരിക്കും. ഇതെന്താണ്? ഇത് കറക്റ്റ് നേരെയുള്ള ഒരു പിരമിഡാണ്. ഓക്കെ, ഇത് പിരമിഡ് ഈസ് അപ്രൈറ്റ്. കണ്ടോ, upright one with the largest number being producers which forms the base of the pyramid. The herbivore or primary consumers at next level are second to producers in numbers. Third layer is occupied by secondary consumers which are smaller in number. The tertiary consumers are the least in number and occupies the top level. Thus the upright pyramid is obtained. മറ്റേതിലെങ്ങനെയായിരുന്നു? ഇൻവേർട്ടഡ് ആണ്. ഇത് രണ്ടുമാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇതിനേക്കാളും കൂടുതൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അതായത് ഏതൊക്കെയാണ് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ എന്താണ് ഗ്രാഫ്, പിരമിഡ്, മറ്റേ ഇപ്പോൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് എന്നുള്ളതായിരിക്കും ചോദിക്കുക. ഓക്കെ, in an ecosystem, flow of energy through successive trophic levels decreases and thus is a common in aquatic and terrestrial habitat. Write down the first and second thermodynamic law that supports the energy flow. What do you mean by 10% law? നമുക്കറിയാം നമ്മുടെ എനർജി ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. നമുക്ക് സണ്ണിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു, അതിൻ്റെ 10% മാത്രം പ്ലാന്റ്സ് എടുക്കുന്നു, അതിൽ നിന്ന് വീണ്ടും 10% കുറഞ്ഞാണ് ഓരോ ലെവലിലേക്കും എനർജി ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 10% ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ അല്ലേ. ഈ ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും നിങ്ങൾ കൂടുതലൊന്നും നോക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോകുന്നതാണ്. സക്സഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ 10% ലോ, ഇതൊക്കെയാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, by the first law of thermodynamics, energy can be transferred from one state to another, while by the second law of thermodynamics, energy losses in the form of heat. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത ഒരു ഓർഗാനിസത്തിന് കിട്ടില്ല. കാരണം എന്താണ്? ഹീറ്റ് ലോ വഴി അല്ലെങ്കിൽ ഹീറ്റ് ലോസ് വഴി ഒരുപാട് എനർജി നമുക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് ഓരോ ലെവൽ കൂടുന്തോറും എനർജി കുറഞ്ഞ് വരുന്നത്. ഓക്കെ, primary productivity varies in different types of ecosystem. What is meant by primary productivity? Give reason with suitable examples. Primary productivity is the amount of biomass or organic matter produced during photosynthesis. The gross primary ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇതുള്ള പ്രശ്നമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം the gross primary productivity is a rate of production of organic matter during photosynthesis. എന്താണ് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എന്തുമാത്രം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്താ ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, GPP എന്ന് പറയുന്നത്. ഓക്കെ, a considered amount of GPP is utilized by plant in respiration. The gross primary productivity respiration loss is a net primary productivity. അതിലുണ്ടാവുന്ന നഷ്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻ സം എക്കോസിസ്റ്റംസ് പ്രൊഡ്യൂസേഴ്സ് നമ്പേഴ്സ് ആൻഡ് ന്യൂട്രിയൻ കണ്ടന്റ് ആർ നോട്ട് സ്റ്റേബിൾ. അപ്പോൾ നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗീവ് റീസൺസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇൻ മോസ്റ്റ് എക്കോസിസ്റ്റംസ് ഓൾ ദി പിരമിഡ്സ് ആർ അപ്രൈറ്റ്. ബട്ട് കണ്ടോ, നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ വേറെ എണ്ണം കണ്ടോ. there are exceptions to the generalization. Give any of the cases where pyramid of the number and biomass becomes inverted. What is detritus food chain? The pyramid of number in a tree ecosystem is inverted. നമ്മൾ പറഞ്ഞു ഇൻവേർട്ടഡ് ആയിരിക്കും കേട്ടോ. അപ്പം എന്താണ്? the primary producer tree is a single unit. അത് ഒരുപാട് വലുതല്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? that's a single unit and അവരുടെ എന്താണ് ബയോമാസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അതിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നതോ
എന്താണ് ഇൻസെക്ട്സ്, ബേർഡ്സ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ചെറിയ കുറച്ച് ആനിമൽസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈ ട്രീസിൻ്റെ ബയോമാസ് കുറവായതുകൊണ്ട് തന്നെ അവരെന്താണ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, thus the number of consumers in tree ecosystem is more than that of the producers. The pyramid of biomass in sea is inverted because the biomass of fishes exceed that of phytoplankton producers. അപ്പം നമുക്കറിയാം ഒരു സീലാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് കുറവും അതുപോലെയുള്ള വലിയ വലിയ വെയിൽസ്, ഷാർക്സ്, ഇതൊക്കെ മാസിൽ കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഗ്രാഫ് അല്ലെങ്കിൽ പിരമിഡ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. മറ്റേതെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആണെങ്കിൽ അത് അപ്രൈറ്റും ആയിരിക്കും. ഓക്കെ, എനി ഡൗട്ട്? ഓക്കെ, ശരി. ഏതാണ് മനസ്സിലാവാത്തത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two students, Unni and Kannan, studied interspecific interactions between different species. They made a table assigning plus for beneficial interactions, negative for detrimental, and 0 for neutral interactions. അപ്പോൾ അത്രയൊന്നും വായിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഏതൊക്കെയാണ് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത്? എന്താണ് നല്ല ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതിനാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ട്, 0 എന്ന് പറയുന്നത് ഒരു യൂസും ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം കോമ്പറ്റീഷൻ, ആദ്യത്തേത് എന്താണ്? കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ടിനും എന്തായിരിക്കും? സെക്കൻഡ് വണ്ണിൽ രണ്ടിനും നെഗറ്റീവാണ്. അപ്പം കോമ്പറ്റീഷനാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രെഡേഷനാണ്, ലയനും ഡിയറും. അതായത് ഒരെണ്ണം മാത്രം ബെനിഫിറ്റ് ചെയ്യുന്നതിനെയാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വൺ അതിൽ എഴുതിയിട്ടില്ല, അത് മ്യൂച്വലിസമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് ജീവിക്കുന്നതിന് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ നോക്കിയേ, കമൻസാലിസം. അതിൽ ഒരെണ്ണത്തിന് മാത്രം എന്താ യൂസ് ഉണ്ടാവും, മറ്റേതിന് ഹാമും ഇല്ല യൂസും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് എന്താണ് കമൻസാലിസം എന്ന് പറയും. പിന്നെയുള്ളത് എന്താണ്? അമൻസാലിസം ഉണ്ട്. പിന്നെ എന്താണ്? പാരസൈറ്റിസം പറഞ്ഞു. അല്ല, പാരസൈറ്റിസം പറഞ്ഞില്ല, അമൻസാലിസം, പാരസൈറ്റിസം. അമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണത്തിന് ഹാമും മറ്റേതിന് ഒരു യൂസും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് അമൻസാലിസം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനിയുള്ളത് പാരസൈറ്റിസം. പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ ഒരെണ്ണത്തിന് ഹാംഫുള്ളും മറ്റേതിന് എന്താ ഒരുപാട് യൂസും ഉള്ളതിനെയാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. In a marine ecosystem, a population of phytoplankton supports a stranding crop of fishes. Draw the pyramid of biomass and the pyramid of numbers in the ecosystem. അപ്പോൾ നോക്കിയേ, ഫിഷസിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൻ്റെ ഫിഷസ് കൂടുതലും ഫൈറ്റോ പ്ലാങ്ക്ടൻസും കുറവുമാണ്. ഇനി എനർജിയുടെ കേസിലാണെങ്കിലോ നേരെ തിരിച്ചുമാണ്. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ എനർജി കൂടുതലായിരിക്കും. ആ എനർജി ഫിഷസിലേക്ക് പാസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു അപ്രൈറ്റും ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ എനർജിയും ബയോമാസും ഡിഫറെൻ്റ് ആണ്, മിക്സപ്പ് ആവരുത്. ഓക്കെ, ബയോമാസ് ആൻഡ് എനർജി ഐ ഹാവ് ഡിഫറെൻറ്റ് പിരമിഡ്സ്. ഓക്കെ, ശരി. Rate of biomass production is called productivity and can be divided into GPP and NPP. നമ്മൾ പറഞ്ഞായിരുന്നു GPP എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ്റെ സമയത്ത് എന്തുമാത്രം എനർജി അല്ലെങ്കിൽ എന്തുമാത്രം ഇത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെയാണ് GPP. NPP എന്ന് പറഞ്ഞാൽ അതിൽ എന്തുമാത്രം ലോസ് ആവുന്നതെന്നുള്ളതാണ് NPP എന്ന് പറയുന്നത്. How can we relate GPP and NPP? Gross productivity, primary productivityയും net primary productivityയുമാണ് GPP NPP. NPP എന്ന് പറയുന്നത് എന്താണ്? GPP മൈനസ് R. റെസ്പിറേഷൻ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിയേ, ഇൻ ദ ഇക്വേഷൻ GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. ഇഫ് NPP ഇസ് ഈക്വൽ ടു നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ദെൻ GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. ഇറ്റ്സ് റിപ്പീറ്റേഷൻ ആണ്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ലോസ്. അതിൽ സംഭവിക്കുന്ന റെസ്പിറേഷൻ ലോസിനെയാണ് കൊണ്ടുണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, that means net primary productivity is the available biomass for the consumption of heterotrophs. അപ്പം എന്താണ് ഹെറ്ററോട്രോപ്സുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബയോമാസ് കൺസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? NPP ആണ്. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, എവല്യൂഷൻ. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷെ കുറച്ച് ടേംസ് ഉണ്ട്, അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡാർവിൻ എന്താണ് ഗാലപ്പാഗോസ് ഐലൻഡിലേക്ക് പോയി അവിടെ പോയി കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ എന്താ ആ പോർഷൻ ഏതാണ് ഡാർവിൻ്റെ
ആ യാത്രയും പിന്നെ അവിടെ കണ്ടുപിടിച്ച എന്താ ഫിഞ്ചസിന്റെ കാര്യങ്ങളും പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ആ ഇൻവെൻഷനിലേക്ക് നയിച്ചത്, ഇതൊക്കെയാണ് ആ പോർഷനിലുള്ളത്. അപ്പോൾ നോക്കിയേ, നെയിം ദ ഫിനോമിന. എന്താണ്? കോൾഡ് ഫിഞ്ചസ്. ഡാർവിൻസ് ഫിഞ്ചസ് റെപ്രസെന്റ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ എവല്യൂഷണറി ഫിനോമിന. ഏതാണത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. അതായത് എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്? ദേ ഷോഡ് വെറൈറ്റി ഓഫ് ബീക്ക് സ്ട്രക്ചേഴ്സ് ബേസ്ഡ് ഓൺ ഫുഡ് ഹാബിറ്റ്സ്. ഒരേ രീതിയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് എന്താണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സിനനുസരിച്ച് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് പറ്റിയ വേറൊരു എക്സാമ്പിൾ ഏതാണ്? ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്. അതെന്താ സംഭവിച്ചത്? അവരുടെ രീതിക്കുള്ള ഫുഡ് അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടറും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് അവരെന്ത് ചെയ്തു? അവരുടെ ഡീഡ്സും കാര്യങ്ങളും ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഫ്രം സീഡ് ഈറ്റിംഗ് ടു ഇൻസെക്ടിവോറസ്, വെജിറ്റേറിയൻസ് എക്സെട്ര. അതാണ് ബീക്കിൻ്റെ സ്ട്രക്ചർ. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിലാണെങ്കിലോ അവരുടെ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ കങ്കാരു പിന്നെ കോവാല, അപ്പം അങ്ങനത്തെയൊക്കെയുള്ള ആനിമൽസിലൊക്കെ എന്താണ് അവരുടെ ഷെൽട്ടർ അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ എക്സിബിറ്റ് ചെയ്ത ആരൊക്കെയാണ്? പ്ലാസെന്റൽ വൂവ്സ്, പിന്നെന്താണ് ടാസ്മാനിയൻ വൂൾഫ്. ഇതൊക്കെയാണ് പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻസ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരി. ഇമ്പോർട്ടൻ്റ് അടുത്തതായിട്ടുള്ള ഒരു നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന സെക്ഷൻസിലുള്ളതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ടോപ്പിക്സ് കഴിവതും നിങ്ങൾ നോക്കാതെ പോരുത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ? ഇത് ഏത് എക്സ്പെരിമെൻ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? എയും ബിയും സിയും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മില്ലേഴ്സ് എക്സ്പെരിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏതാണ് എക്സ്പെരിമെൻ്റ് എന്ന് കണ്ടുപിടിക്കണം. മിസ്സിംഗ് പാർട്സ് കണ്ടുപിടിക്കണം. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയും വരും. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, അതിൽ എ പോർഷൻ ഏതാന്ന് നോക്കിയേ. എ എന്തായിരുന്നു? ഇലക്ട്രോഡ്സ് ആണ്. എ എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് ആണ്. ബി എന്താണ്? മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. ഏതൊക്കെയാണ്? CH4, NH3, H2, H2O. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് റൈറ്റ് മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഓക്കെ, സി എന്താണ്? കോൾഡ് വാട്ടർ ആണ്. എന്തിനാണ്? തണുപ്പിച്ചാലേ നമുക്ക് വേപ്പർ അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അപ്പം അത് കോൾഡ് വാട്ടർ ആണ്. ഡി എന്താണ്? വാക്യൂം പമ്പ് ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഓർഗാനിക് എവല്യൂഷൻ, അതായത് കെമിക്കൽ എവല്യൂഷനാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ എന്താണ്? ഇൻഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നാണ് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, അമിനോ ആസിഡ്സ് ഉണ്ടായി വന്നതെന്നാണ് ആ എക്സ്പെരിമെൻറ്റിൽ യൂറി മിനറൽ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സി എന്താണ്? അമോണിയ, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. ഇതൊക്കെയാണ് എന്താണ് ഇവർക്ക് നമുക്ക് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ഡെവലപ്പ് ചെയ്തെടുത്തത് ഇവയൊക്കെയാണ്. ഓക്കെ, ശരി. അപ്പോൾ യൂറി മില്ലർ എക്സ്പെരിമെൻ്റ്, കെമിക്കൽ തിയറി, എവല്യൂഷൻ തിയറി, പിന്നെന്താണ്? പിന്നെ പാൻസ്പേമിയ. ഇതൊക്കെയാണ് നമുക്ക് എവല്യൂഷനിൽ ആദ്യം കാണിക്കുന്ന കുറേ തിയറീസ് അല്ലേ? വലിയ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് യൂറി മില്ലർ തിയറിയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളോട് ചോദിക്കാം എവല്യൂഷനിൽ ഏതൊക്കെ തിയറീസ് ആണ് ഇപ്പം എന്താ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ഒറിജിൻ ഓഫ് ലൈഫിൽ ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? പാൻസ്പെർമിയ തിയറി ചോദിക്കാം, കെമിക്കൽ എവല്യൂഷൻ തിയറി ചോദിക്കാം, പിന്നെ എന്താണ്? യൂറി മില്ലർ തിയറി. ഇതൊക്കെയാണ് യൂറി മില്ലർ എന്താ ചെയ്തത്? ഈ കെമിക്കൽ എവല്യൂഷൻ തിയറിനെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ട് കാണിക്കുകയാണ് ചെയ്തത്. ഓക്കെ, എ ലിസ്റ്റ് ഓഫ് ഹ്യൂമൻ ആൻസിസ്ട്രി ഈസ് ഗിവൻ. പിക്ക് ദ കറക്റ്റ് ആൻസിസ്റ്റേഴ്സ് ഫ്രം ദ ടേബിൾ. നിയാൻഡർതാൽസ്, ജാവ മാൻ, Australopithecus, Cro-Magnon man, Dryopithecus, Homo habilis. ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസിന് മാച്ച് ആവുന്നതിനെ ഫില്ല് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട. ആ ഒരു നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രാം, അതിൽ ഏതൊക്കെയാണോ ഡയഗ്രാം അത് മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. കാരണം അതിൽ നിന്ന് ഒരുപാട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും 1 മാർക്ക് 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് മാനേപ്പ് ഏതാണ്? ആസ്ട്രലോപിത്തിക്കസ്. രണ്ടാമത്തേത് സ്റ്റോൺ ടൂൾ മേക്കർ ആരാണ്? ഹോമോ ഹാബിലസ്. മൂന്നാമത്തെ ബറീഡ് ദെയർ ഡെഡ്. ആദ്യമായിട്ട് ഡെഡ് ബോഡീസിനെ ബറി ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? നിയാൻഡർതാൽ. നാലാമത്തെ യൂസ് ഓഫ് ഫയർ ഫോർ ഹണ്ടിങ്, ഡിഫെൻസ് ആൻഡ് കുക്കിംഗ്, ജാവ മാൻ. അടുത്തത് ഹണ്ടർ വിത്ത് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോ ആൻഡ് ഡിഡ് കേവ് പെയിൻറ്റിങ്സ്. ഇതാരാണ്? ക്രോ മാഗ്നൻ മാൻ. അടുത്തത്
ഫ്രീ മാൻ എന്ന് പറയുന്നത് ഡ്രയോപിത്തിക്കസ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ ആ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ലാസ്റ്റ് ഡേ ആണ്. ജസ്റ്റ് ഒരു മാർക്ക് 2 മാർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ജസ്റ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് ആ ടേബിൾ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് മാൻ. ഡ്രയോപിത്തിക്കസ് ആൻഡ് റാമാപിത്തിക്കസ്. ഇത് നമുക്ക് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോവുക. Dryopithecus and Ramapithecus were hairy and walked like gorillas and chimpanzees. Ramapithecus were more man-like, while Dryopithecus were more ape-like. Australopithecus, they hunted with stone weapons and ate fruit. They did not eat meat. Homo erectus, their brain capacity is around 900 cc. They ate meat. Neanderthal man with a brain of size, കണ്ടോ, ബ്രെയിനിൻ്റെ സൈസ് കൂടി വരുന്നതോറും നമ്മൾ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ബേസിക്കലി എവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്താണ്, എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചത്, നമ്മൾ ഇവിടെ വരെ എത്തിയത് എന്നുള്ളതാണ് എഴുതേണ്ടത്. Lived near East and Central Asia, Homo sapiens arose in Africa. The cave are developed about 8,000 years ago and agriculture around 10,000 years back. Okay? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം ഇൻ ദ കേസ് ഓഫ് ദ ടേബിൾ. ടേബിൾ ഇസ് ഓൾ യു നീഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻസ്. ഇതിനെ മാച്ച് ചെയ്യാനുള്ളതാണ്. വിൽ ജസ്റ്റ് മൂവ് ഓൺ ടു ദാറ്റ്. ഓക്കെ, എവല്യൂഷൻ ഓഫ് ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് പറയാം ഇൻഡസ്ട്രിയൽ മെലനിസം ആണ്. നമുക്കറിയാം പെപ്പേർഡ് മൗത്തിൻ്റെ ഒക്കെ കാര്യം നമുക്കറിയാം അല്ലേ. എന്താണ് സംഭവിച്ചത്, അവിടെ പൊല്യൂഷൻ ഇല്ലാതിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു, വൈറ്റ് മൗത്ത്സ് ആണ്. അതേസമയം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാരണം കൊണ്ട് എന്താണ്, അവിടെ ഫുൾ പൊല്യൂഷൻ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തത് ബ്ലാക്ക് മൗത്ത്സ് ആണ്. അതാണ് ഇൻഡസ്ട്രിയൽ മെലനിസം അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഏതാണ്, ഡാർവിൻസ് ഫ്രിഞ്ചസ്, പിന്നെ മാർസുപ്പിയൽസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. വൂൾസിൻ്റെ കാര്യം പറഞ്ഞു. കൺവേർജൻ എവല്യൂഷൻ ആൻഡ് അനലോഗസ് ഓർഗൻസ്, ബേർഡ്സിലെയും ആനിമൽസിലെയൊക്കെ എന്താ ഹ്യൂമണും ഒക്ടോപ്പസ് ആയി. ഇതിൽ കൊടുത്തിരിക്കുന്ന ഹ്യൂമണും ഒക്ടോപ്പസ് ആയും ആണ്. പിന്നെ എന്താണ്, ലെഗ്സും ബേർഡ്സിൻ്റെ ഫിൻസ് അല്ല ലിംസും തമ്മിലുള്ള ആ ഡെവലപ്മെൻറ്റിനെ പറയുന്നതും എന്താണ്, കൺവേർജൻ എവല്യൂഷൻ എന്നാണ്. പിന്നെ അതുപോലെ എന്താണ്, ഡൈവേർജൻ എവല്യൂഷൻ. അതെന്താണ്, ഹോമലോഗസ് ഓർഗൻ, ബ്രെയിൻ ഓഫ് വേർട്ടിബ്ര. ഓക്കെ അല്ലേ, ശരി. ഇനി നോക്കിയേ, given below is a diagrammatic representation of the operation of natural selection on different traits. Identify the type of natural selection A, B and C with the explanation of each. Define Hardy-Weinberg principle. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഹാർഡി-വീൻബർഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിലുണ്ടാവും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് സ്റ്റെബിലൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിലെന്താണ്, അവിടെ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇനി അത് വരുന്നത് ഏതാണ്, അടുത്തത് വരുന്നത് ഡയറക്ഷണലാണ്. അതായത് ഒരു പാർട്ടിലേക്ക് മാത്രം ആയിരിക്കും ഗ്രോത്ത് വരുന്നത്. അതായത് അവിടെയുള്ള എന്തെങ്കിലും ഓർഗാനിസത്തിൻ്റെ ഫ്ലറിഷ്മെൻറ്റ് ഒരു ഭാഗത്തെ ഒരു ഓർഗാനിസം മാത്രം ഫ്ലറിഷ് ചെയ്യുന്നതിനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രപ്റ്റീവ് ആണെങ്കിലോ രണ്ട് എക്സ്ട്രീംസിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീംസിൽ മാത്രം ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കുന്നതിനെയാണ് ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളതാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിലേക്ക് മാത്രം വരുന്നത്. ഡിസ്ട്രപ്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീമിലേക്ക് മാത്രം ഗ്രോത്ത് പോകുന്നു. അതല്ലാതെ അതിൻ്റെ അപ്പം നമുക്ക് അതിൽ ഇത് കാണാം അല്ലേ. നോക്കിയാൽ ഇതിൽ കണ്ടോ, ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള രണ്ട് പീക്സ് ആണ്. ഇവിടെ വരുന്നത് ഒരു പീക്കാണ് വരുന്നത്. എന്നാൽ അതെന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പീക്കല്ല, ഇടയ്ക്ക് കുറഞ്ഞും കയറിയും ഒക്കെ ഉള്ള ഒരു പീക്കാണ്. അപ്പം അങ്ങനെ വരുന്നതിനെ ഡയറക്ഷണൽ സെലക്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ശരി. പിന്നെ നോക്കിയാൽ ഇനി ഹാർഡി-വീൻബർഗ്, വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. According to Hardy-Weinberg principle, allele frequency in a population are stable and is constant from generation to generation. This is called genetic equilibrium. അതായത് എങ്ങനെ പോയാലും ഒരു സൈഡിലുള്ള അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ഇത് കോൺസ്റ്റന്റ്, അലീൽസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം this is called genetic equilibrium. അപ്പം sum total of the all allele frequencies is 1. അതിൻ്റെ ഫോർമുലയും പറയുന്നുണ്ട്. എന്താണ്, p² + 2pq + q² is equal to 1. അതായത് അലീൽസ് എല്ലാം എവറി ടൈം ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.
Disturbance in Hardy-Weinberg equilibrium, change of frequency of alleles in a population affected by 5 factors. These are gene migrations or gene flow, genetic drift, mutation, genetic recombination and natural selection. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇത്രയും പോയിന്റ് എഴുതണം. ഹാഡി വിൻബർഗ് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് എഴുതണം. 1 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, അല്ല 1 മാർക്ക് 2 മാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതായിട്ടാണ്, ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ, 1 മാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും മാത്രം എഴുതുക. ഓക്കെ, ശരി. The diagram given below shows a particular type of evolutionary process in Australian marsupials. Identify the evolutionary phenomenon and comment on it. Give another example for such a type of evolutionary process and explain. നമ്മൾ പറഞ്ഞായിരുന്നു മാർസുപ്പിയൽ റേഡിയേഷൻസ് അല്ലേ. അപ്പോൾ അത് ഏതാണ്? അഡാപ്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ ആണ്. നമ്മൾ ഫിഞ്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? നോക്കിയേ, കൺവേർജൻ എവല്യൂഷൻ ഇൻവോൾവ്സ് ദ മാർസുപ്പിയൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ഇവോൾവ് ഫ്രം ആൻ ആൻസെസ്ട്രൽ സ്റ്റോക്ക്, but all within the Australian island continent. When more than one adaptive radiation appear to have occurred in the isolated geographical area, this is called convergent evolution. പല പല കാരണങ്ങൾക്ക് വേണ്ടി ഒരേ സ്ഥലത്തുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ആനിമൽസ് പല രീതിയിൽ ഡൈവേർജ് അല്ലെങ്കിൽ എന്താണ് കൺവേർട്ടായി പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പ്ലസന്റൽ mammals in Australia also exhibit adaptive radiations evolving into varieties of placental mammals such as placental wolves and Tasmanian wolf. ഇവരൊക്കെ എന്താണ്? ഷിഫ്റ്റ് ആയി പോയ അല്ലെങ്കിൽ കൺവേർജ് ആയി പോയ ഓർഗാനിസംസ് ആണ്. ഓക്കെ അല്ലേ? ശരി. Describe one example of adaptive radiation. Darwin's finches of Galapagos Island exhibiting a variety of beaks. Can we call human evolution and adaptive radiation? No. Human evolution cannot be called adaptive radiation. അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എന്താണ്, നമുക്കൊരു എന്താ പറയുക, നമുക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോ, ഹ്യൂമൻ evolution cannot be called adaptive radiation. This is because adaptive radiation is an evolutionary process that produces new species from a single rapidly diverging lineage, which is not in the case of human evolution. Human evolution is a gradual process that took slow in time. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷനും അല്ലെങ്കിൽ ഡൈവേർജൻ റേഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈവേർജൻ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാജുവൽ ആയിട്ടുള്ള വളരെ ടൈം കൺസ്യൂമിങ് ലോങ് പ്രോസസ്സാണ്. മറ്റേതെന്ന് പറയുന്നത് എന്താണ്? എന്ന് വെച്ചാൽ ഒരു വർഷം 2 വർഷം അങ്ങനെയല്ല, കുറച്ച് ടൈം എടുക്കും, എന്നാലും മറ്റേതിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്? നീഡ്സിന് വേണ്ടി അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കൺവേർജൻ്റ് എന്നും അല്ലാത്തതിനെ ഡൈവേർജൻ്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ്. നോക്കിയേ, അപ്പോൾ എന്താണ്? ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. അപ്പം നെയിം ദ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഇൻ ഹ്യൂമൻസ്. എക്സ്പ്ലെയിൻ എനി 2 ways ബൈ വിച്ച് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. അപ്പം എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ബേർത്തിൽ തന്നെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പ്രൊവൈഡിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ടു ദ എൻട്രി ഓഫ് ഫോറിൻ ഏജൻറ്റ്സ് ഇൻ ടു അവർ ബോഡി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 4 മാർക്കിന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഫിസിക്കൽ ബാരിയേഴ്സ്, സ്കിൻ ആൻഡ് മ്യൂക്കസ്. ആദ്യത്തേതെന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയറാണ്. പിന്നെ എന്താണ്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ആസിഡ് ഇൻ ദ സ്റ്റൊമക്, സലൈവ ഇൻ ദ മൗത്ത് ആൻഡ് ഇയർ. ഇതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. പിന്നെന്താണ്? സെല്ലുലാർ ബാരിയേഴ്സ്, ന്യൂട്രോഫിൽസ്, മാക്രോഫിൽസ്. നമ്മുടെ WBC ഒക്കെ ഉള്ളത് എന്തിനാണ്? സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. പിന്നെ സൈറ്റോകൈനിൻ ബാരിയർ, ഇൻ്റർഫെറോൺസ് എന്നൊക്കെ പറയാം. അത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നതും എന്താണ്? സൈറ്റോകൈനിൻ ബാരിയേഴ്സ് ആണ്. അടുത്ത് നോക്കിയേ, ഇതിലേതൊക്കെയാണ് ഡിസീസ്, അതിൻ്റെ പാത്തജൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മലേറിയ ആരാണ് പരത്തുന്നത്? പ്ലാസ്മോഡിയമാണ്. ആരാണ്? പ്ലാസ്മോഡിയം. ഫിലേറിയേസിസ് അതാരാണ്? വിഷറേറിയ എന്ന് പറഞ്ഞ ഓർഗാനിസമാണ് പരത്തുന്നത്. അമീബിയോസിസ്
എൻഡമീബ ഹിസ്റ്റോലിക്ക. അതറിയാലോ, അമീബ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പം അമീബിയോസിസ് ഉണ്ടാക്കുന്നത് എൻഡമീബ ഹിസ്റ്റോലിക്കയാണ്. എയ്ഡ്സ് ഉണ്ടാക്കുന്നതോ HIV ആണ്. റിംഗ് വർം എപ്പിഡെർമോഫൈറ്റൻ, അസ്കാരിയസ് അത് ആസ്കാരിസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. A person injured in a road accident is required an urgent immune response was brought to a doctor. What did the doctor immediately do? What kind of immunity was he providing to the patient? Define the kind of immunity. നമ്മൾ ആദ്യം innate immunity കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ഇമ്മ്യൂണിറ്റി ഏതാണ്? പെർഫോംഡ് ആൻറ്റിബയോട്ടിക്സ് ആർ ഇൻജെക്റ്റഡ്. പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്കിനിയുള്ളത്. പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് ഡെവലപ്ഡ് ബൈ ഇൻജെക്ടിങ് ദ പെർഫോംഡ് ആൻറ്റിബോഡീസ് വിച്ച് ന്യൂട്രലൈസസ് ദി ആൻറ്റിജൻ. നമുക്ക് എന്താണോ പ്രശ്നം ഉണ്ടായത് അതിനെതിരെയുള്ള ആൻറ്റിബോഡി റിലീസ് ചെയ്ത് അതിനെ ആൻറ്റിജൻസിനെ തടയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഇതുപോലെ ഇമ്മ്യൂണിറ്റിയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിവതും ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ള, ഏതൊക്കെ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്സ് വരാം, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും വരാനായിട്ട്. അപ്പം ഏതൊക്കെയാണ് നമുക്കറിയാവുന്നത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് വാക്സിനേഷൻ, അലർജീസ് ഇതൊക്കെ കൊണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇമ്മ്യൂണേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ശരി. അപ്പം അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ വാക്സിനൊക്കെ കാരണം നമുക്ക് അക്വയർഡ് ആയിട്ട് അല്ലെങ്കിൽ പാത്തജൻസ്, നമുക്കിപ്പം ചിക്കൻ ബോക്സ് വരിക എന്ന് വിചാരിക്കുക. അത് വന്നു കഴിഞ്ഞ ഒരു 15 വർഷത്തേക്ക് നമുക്ക് ആ അസുഖം വീണ്ടും വരില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള, അപ്പം നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ സെൽസിലുള്ള മെമ്മറി കാരണമാണ് ആ പാത്തജൻസിനെ വീണ്ടും തടയുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത്. ഒരു ദിവസം വന്നു കഴിഞ്ഞ് പിന്നെ അതിനെ തടയുന്നതിനെയാണ് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത്. ഓക്കെ, ശരി. ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾ ആൻഡ് നെയിം ദ ടൈപ്സ്. കോപ്പി ആൻഡ് ലേബിൾ ദ ഡയഗ്രാം. ഇമ്മ്യൂണോഗ്ലോബുലിലാണ് ഏതൊക്കെയാണ് നെയിം ചെയ്തിരിക്കുന്നത്? IgA, IgM, IgE, IgG. അപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നെയിം ദ ടൈപ്സ് ആണ്. ഇനി ലേബിൾ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. പിന്നെന്താണ്? ലൈറ്റ് ചെയിൻസ് ഉണ്ട്, ഹെവി ചെയിൻസ് ഉണ്ട്. ഇതൊക്കെ മാർക്ക് ചെയ്യുക. ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദ ബോഡി മീൻസ് എ പാത്തജൻ ഇൻ ദ ടൈം ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എ മെമ്മറി. അപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലെ ഒരു പോർഷനാണ് ഇത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഏത്? IgA, IgM, IgE, IgG എന്നൊക്കെ പറയുന്നത് അതിൽ ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്. ഓക്കെ, ശരി. The symptoms of some diseases are given below. Identify the disease, name the parasite which caused the disease and write the mode of transmission. ആദ്യത്തേത് എന്താണ്? വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, സസ്റ്റെയിൻഡ് ഹൈ ഫീവർ, കോൺസ്റ്റിപ്പേഷൻ. Fever, chill, cough, headache, bluish fingernails, third question, constipation, abdominal pain, cramps, stools with mucus and blood, dry, scaly lesions on skin, nails and scalp, itching, etc. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ്. സാൽമണല്ല ടൈഫി ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? വാട്ടർ, ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഓർഗാനിസം ആണ് സ്പ്രെഡ് ചെയ്യുന്നത്, പാത്തജൻ. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഷെയറിങ് ഗ്ലാസസ്, യൂട്ടൻസിൽസ്, ഇങ്ങനെയൊക്കെയാണ് ന്യൂമോണിയ സ്പ്രെഡ് ചെയ്യുന്നത്. അമീബിയോട്ടിക് ഡിസെൻട്രി, അതായത് എൻഡമീബ ഹിസ്റ്റലിക്ക എന്ന്, അമീബിയോസിസ് എന്ന് പറയുന്ന രോഗമാണ്. കണ്ടാമിനേറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇപ്പം നമുക്കറിയാം അല്ലേ, ഡ്രിങ്കിങ് വാട്ടറൊക്കെ നമ്മളെപ്പോഴും ബോയിൽ ചെയ്താണ് കുടിക്കാറ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം. ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം അല്ലേ. മിക്കവാറും ഉള്ള ഓർഗാനിസം ഏത് ഓർഗാനിസത്തിലൂടെയാണ് പകരുന്നതെന്ന് നോക്കിയിട്ട് അതെവിടെയാണോ ഉള്ളതെന്നൊക്കെ ആലോചിച്ച് നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒന്ന് എഴുതാനായിട്ട് സാധിക്കും. റിംഗ് വേഴ്സ്, ഫംഗൈ, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ, soil and towels, clothes or comb of infected persons. Ringworm is a
എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മൾ വേറെ ഒരാളുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എന്തുപയോഗിച്ചാലും നമുക്ക് റിംഗ് വർം ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മലേറിയൽ പാരസൈറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പം മലേറിയൽ പാരസൈറ്റിൻ്റെ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ആദ്യം എന്താണ് സ്പോറോസോയിഡ്സ് എന്ത് ചെയ്യും? ഇത് ബ്ലഡ് വഴി സ്പ്രെഡ് ചെയ്ത് ലിവറിൽ വരും. അത് കഴിഞ്ഞ് അതിന് എന്താ സംഭവിക്കുന്നത്? RBCയിലോട്ട് സ്പ്രെഡ് ആവും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മുടെ മൊസ്കിറ്റോയുടെ സ്റ്റൊമക്കിൽ വന്ന് സ്പോറോസൈറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു ഇൻഫെക്റ്റഡ് ഹ്യൂമൻ്റെ നിന്ന് ഈ മൊസ്കിറ്റോ വഴി അടുത്ത ഹ്യൂമനിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം മലേറിയൽ പാരസൈറ്റിൻ്റെ നമുക്കറിയാമല്ലോ, ആ ഗ്രാഫ് നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഈ ഫ്ലോ ചാർട്ടല്ല, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫ്ലോ ചാർട്ട്. ഓക്കെ, ശരി. Which species of malarial parasite causes malignant malaria? Can you suggest 2 methods to control malaria? Plasmodium falciparum, അതാണ് എന്താ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ഓർഗാനിസം. പബ്ലിക് ഹൈജീനും പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവോയർസ്, കൺട്രോൾ ഓഫ് മൊസ്കിറ്റോസ് ആൻഡ് ദെയർ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്. Any methods to control insect vectors can be added. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് സ്വയം എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മാത്രം പ്ലാസ്മോഡിയം ഫാൽസിപാറം എന്ന് പറഞ്ഞ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഇത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലായിട്ട് മതി. Nature has a many varieties of plants which give drugs for abuse, as there are medicinal plants which give medicines. Substantiate with 2 examples. നമുക്കറിയാം, നമ്മൾ ഓരോ മെഡിസിൻസ്, ഇപ്പോൾ കൊറോണയ്ക്കാണെങ്കിലും നമ്മൾ ഒരുപാട് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഡ്രഗ് യൂസ് അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. അതിലുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കൊക്കെയിൻ ആണ്. ഈസ് ഒബ്റ്റെയിൻ ഫ്രം കോക്ക പ്ലാന്റ്, എറിത്രോസൈലം കോക്ക. It affects the transport of the neurotransmitter dopamine. പിന്നെ എന്താ യൂസ് ചെയ്യുന്നത്? Opioids are the drugs of which the receptor present in our central nervous system and gastrointestinal tract. Heroin അല്ലെങ്കിൽ smack, the depressant is prepared by the acetylization of morphine which is extracted from the latex of poppy plant, Papaver somnifera. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, നമ്മളിത് പറഞ്ഞതാണ് അല്ലേ, അമീബിയോസിൻ്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ സിംറ്റംസ് ഒന്ന് നോക്കി വെക്കുക. ഇതുപോലുള്ള മാത്സ് ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ചിലപ്പം ഇങ്ങനെ ചോദിക്കാനായിട്ട് വരില്ല. അതുകൊണ്ട് കഴിവതും ഒന്ന് നോക്കി വെക്കുക. ഏതാണ് ചിലപ്പം സബ് യൂണിറ്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അതൊന്ന് നോക്കി വെക്കുക. ശരി. അപ്പം നമ്മൾ നല്ലപോലെ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കറിയാം എക്സാം നാളെയാണ്. ഇപ്പം ഇരുന്ന് നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ടോപ്പിക്സ് ഒരു തവണയെങ്കിലും ഒന്ന് ഓർക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വരികയാണെങ്കിൽ അത് വളരെ നല്ലതല്ലേ. അപ്പോൾ ഒന്ന് വെറുതെ നോക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ പോർഷൻസ് മാത്രം നോക്കിയാലും മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ നമ്മൾ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ബോർഡ് എക്സാംസ് ആണ്, 12th ആണ്. ഇപ്പം ധൃതി പിടിച്ചൊന്നും നോക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാൻ നേരത്തിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോയാൽ അത്രയും ഗുണമായിരിക്കും. ഓക്കെ, അപ്പം നല്ലപോലെ പഠിച്ചെഴുതുക. ഇന്നിപ്പോൾ നല്ലപോലെ വാട്ടറൊക്കെ കുടിച്ച് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. എക്സാമിന് പോയി തളർങ്ങി വീഴാതിരിക്കുക. ഫുഡൊക്കെ കഴിക്കുക. അപ്പം നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും മറക്കരുത്. അപ്പം നല്ലപോലെ എക്സാം എഴുതുക. ഇനി കോളേജിലേക്കൊക്കെ കടക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് കടയിൽ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. അപ്പോൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ എക്സാം എഴുതുക. എക്സാം പോയിന്റിൻ്റെ വകയും ഓൾ ദി ബെസ്റ്റ്. അപ്പം ശരി. അപ്പോൾ താങ്ക് യു. ബൈ.